അതിനെ വലിച്ച് കീറാതിരിക്കുക. അതെ, ബിക്കോസ് നിങ്ങൾക്ക് റിവ്യൂ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്താ വെച്ചാൽ വരാം. പക്ഷെ അധികവും സിനിമകൾ ബുദ്ധിമുട്ടി തന്നെയാണ് വരുന്നത്. പുറത്തോട്ട് വരുമ്പോഴേക്കും ബയറില്ല. പണ്ട് ഒരു പടത്തിന് ബയറുണ്ട്. ഞങ്ങളൊരു ഒരു ഒരു ഗ്യാങ് ആണല്ലോ, ട്രിവാൻഡ്രം ഗ്യാങ്. സുരേഷ്, ഞാൻ, പ്രിയദർശൻ. അപ്പം ഞാൻ ട്രിവാൻഡ്രംകാരനല്ല, ഇവർക്ക് ട്രിവാൻഡ്രം, എന്നാലും ഞാൻ ഇവരുടെ ഗ്യാങ്ങിലാണ്. അന്ന് വിദേശ പരിപാടികൾ വരും. ഇനി ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യട്ടെ. ഷോട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അതിപ്പോൾ നസീർ സാറായാലും മധു സാറായാലും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വലിയ സ്റ്റാർസൊക്കെ ആണെങ്കിലും ആരും സെപ്പറേറ്റായിട്ട് പോയിരിക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവിടെ വന്നിരിക്കും. വർക്ക് ഇപ്പം ഞാനൊരു എറിക് എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. അത് ഇറങ്ങി, അല്ലെങ്കിൽ നമുക്കറിയാം 10, 200, 250, 230ഓളം സിനിമകൾ ഒരു വർഷം റിലീസാവുന്നുണ്ട്. ആകെ ഒരു 10, 15 സിനിമകൾക്ക് മാത്രമേ പൈസ തിരിച്ചു കിട്ടുന്നു. പക്ഷേ ഇതിൽ 80-85% സിനിമകളും 5 പൈസ തിരിച്ചു കിട്ടുന്നില്ല. ഹലോ മൈ ഡിയർ റോങ് നമ്പർ, അത് ഇപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു. കുറേ കാലം എപ്പോഴും അതിൻ്റെ പൈസ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മളാരും വിചാരിച്ചിട്ടില്ല മൾട്ടിപ്ലക്സുകൾ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അന്ന് A, B, C ഇതെല്ലാം ഓടി പ്രൊഡ്യൂസറുടെ കയ്യിൽ മുഴുവൻ പൈസ വരുമ്പോൾ 1 വർഷമാവും അന്ന്. പിന്നെ A ഓടി, Aയിലാകെ 12 തിയേറ്ററല്ലേ ഉള്ളൂ. Bയിൽ കുറച്ച് കൂടുതലുണ്ടാവും, ഒരു 100 തിയേറ്റർ ഉണ്ടാവും. Cയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തിയേറ്റർ വരുന്നത്. അപ്പോൾ ഈ Aയിൽ ഓടുന്ന സിനിമ Bയിൽ ഓടി, Cയിൽ ഓടി വരുമ്പോഴേക്കും അന്നത്തെ മാതിരി ഒരാഴ്ചയല്ലല്ലോ. അന്ന് 10, 25 ദിവസമൊക്കെ ഒരു തിയേറ്ററിൽ സിനിമ കളിക്കും. മിനിമം 50 ദിവസം, 75 ദിവസം. ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ 100 ദിവസവും ഒക്കെ ഓടിയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അത് കഴിഞ്ഞ് 25 ദിവസമൊക്കെ ഓടുന്ന സിനിമകൾ ഒരു സക്സസ്സാണ് അന്ന്. ഒരു 2-3-4 ആഴ്ചയൊക്കെ ഓടുന്ന സിനിമകൾ. പക്ഷെ ഇന്നതല്ലല്ലോ, ഒറ്റാഴ്ച കൊണ്ട് എല്ലാവരും കണ്ടു തീർത്ത് പിന്നെ ഓടിക്കുന്നതാണ് കുറേയൊക്കെ. 2 ആഴ്ച കൊണ്ട് ഇന്ന് സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞു. Aയും കണ്ടു കഴിഞ്ഞു, Bയും കണ്ടു കഴിഞ്ഞു, Cയും കണ്ടു കഴിഞ്ഞു. പിന്നെ നേരെ OTTയിലോട്ട് വരും. അതാണ് ഇന്നത്തെ സിനിമ. ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് ചേട്ടാ? അന്ന് കാരവാനില്ല, കാരവാനില്ല, അംബാസിഡർ കാറേ ഉള്ളൂ. അത് മാറി കുറച്ച് 90 ആകുമ്പോഴേക്കും കുറച്ച് ബെറ്ററായി. പോകും. അതെ, നമ്മൾ വണ്ടി വരും, അംബാസിഡർ കാർ വരും. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഒരു 5-6 പേരുണ്ടാവും കയറാൻ വണ്ടിക്കകത്ത്. അല്ല, അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മളെല്ലാവരും കയറും. ഇന്നത്തെ ഒരാൾക്കൊരു വണ്ടി അങ്ങനെയൊന്നുമില്ല. അന്ന് AC റൂംസ് കുറവാണ്. ചിലർക്ക് മാത്രമേ AC റൂംസ് ഉള്ളൂ. പിന്നെ അന്ന് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പിക്നിക്ക് മാതിരിയാണ്. നമ്മളവിടെ ചെല്ലുന്നു, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ എന്ത് കഴിഞ്ഞാലും അവിടെ ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ പോയി ഇരിക്കും. ഷോട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ സംസാരിക്കും. അതിപ്പോൾ നസീർ സാറായാലും മധു സാറായാലും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വലിയ സ്റ്റാർസൊക്കെ ആണെങ്കിലും ആരും സെപ്പറേറ്റായിട്ട് പോയിരിക്കുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവിടെ വന്നിരിക്കും. പിന്നെ അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. ഓഫ് കോഴ്സ് ആക്ടേഴ്സിന് വേറെ ആയിരിക്കും, ഡയറക്ടറൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ സെപ്പറേറ്റായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഇന്നതല്ലാതെ തന്നെ ഫുഡ് കാരവാനിലോട്ട് വന്നു. അല്ല ടെക്നിക്കലിയും അങ്ങനെയൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ എന്നാലും അന്നും നല്ല സിനിമകൾ ചെയ്തിരുന്നു. വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ന് കുറേ മാറി, സിനിമ മാറി. നാച്ചുറലി ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഫെസിലിറ്റീസും ഇതൊക്കെ ഇനിയും മാറി വരും. പണ്ട് നമ്മളൊക്കെ അധികം വൈകിട്ടായാൽ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഷൂട്ടിംഗ് വരുന്ന ട്രെയിനിലാണ് അധികവും വരുന്നത്. ലൊക്കേഷനിലേക്കല്ല. ഇപ്പം നമ്മൾ ചെന്നൈയിലായിരിക്കും, അവിടെ നമ്മളിപ്പോൾ ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും ഷൂട്ടിംഗ്. അപ്പോൾ നമ്മൾ ട്രെയിനിലായിരിക്കും അധികം വരുന്നത്. ബിക്കോസ് അന്ന് ഈ ഫ്ലൈറ്റ് ഫെസിലിറ്റിയൊക്കെ കുറച്ച് കുറവാണ്. ഉണ്ട്, ഒരു ഫ്ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഫ്ലൈറ്റിൽ വരും. ട്രിവാൻഡ്രമൊക്കെ അധികം ഫ്ലൈറ്റിലാണ് വരിക. എറണാകുളമൊക്കെ രാത്രി ട്രെയിനിൽ കയറിയാൽ രാവിലെ അവിടെ എത്തും. അപ്പോൾ അതൊക്കെ ഒരു വേറെ, ഇന്നതൊന്നുമില്ല, എല്ലാം ഫ്ലൈറ്റാണല്ലോ. എല്ലാം മാറി, ഫെസിലിറ്റീസ് മാറി ഒരുപാട്.
പിന്നെ ഓഫ് കോഴ്സ് ടെക്നിക്കലിയും ഒരുപാട് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു, അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വർക്ക് ഇപ്പം ഞാനൊരു എറിക് എന്ന് പറഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു, അത് ഇറങ്ങി, കുഴപ്പമില്ല, അതപ്പോൾ ഇപ്പോൾ OTT വരും. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഞാൻ ആക്ട് ചെയ്യുന്ന സിനിമയാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഷൂട്ടൊക്കെ ഏകദേശം അത് ഷൂട്ട് ഓൾമോസ്റ്റ് തീരാറായി. ഇനിയൊരു 3 days വർക്കും കൂടെയുള്ളൂ. അത് മുഴുവൻ ഒരു മേജർ വർക്ക് അട്ടപ്പാടിയിലായിരുന്നു ഷൂട്ടിങ് നടന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്തുണ്ടായിരുന്നു, പിന്നെ എറണാകുളത്ത് വന്ന് കുറേ ചെയ്തു, പിന്നെ ഇപ്പോൾ തൃശ്ശൂരായിരുന്നു ലാസ്റ്റ് ഷെഡ്യൂൾ. ഇനിയിപ്പോൾ അടുത്ത ഷെഡ്യൂൾ അട്ടപ്പാടിയായിരിക്കും, ക്ലൈമാക്സും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങളുടെ മിമിക്രിയിൽ നിന്നും കുറേ ആളുകൾക്ക് ഒരുപാട് പേരെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ദീപു ഉണ്ട്, മറ്റേ നമ്മുടെ സെൽവൻ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഒരുപാട് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശങ്കരേട്ടൻ്റെ പടത്തിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ അഭിനയിച്ചിട്ടിരിക്കുകയാണ്. പടം എന്തായാലും ദൈവം സഹായിച്ച് അത് ഹിറ്റാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. അല്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. നമ്മൾ ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക, അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, പിന്നെ ബാക്കിയൊക്കെ അങ്ങോട്ട് വിടുക. തൊട്ടതെല്ലാം പൊന്നാക്കി മുമ്പോട്ട് ഒരു പടക്കുതിരയെപ്പോലെ അങ്ങനെ കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ശങ്കരേട്ടൻ സിനിമയിൽ കൈവെക്കാത്ത മേഖലകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതെ, ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത്, അപ്പോൾ അന്ന് ഞങ്ങളൊരു ഒരു ഗ്യാങ്ങാണല്ലോ, ട്രിവാൻഡ്രം ഗ്യാങ്. സുരേഷ്, ഞാൻ, പ്രിയദർശൻ. അപ്പം ഞാൻ ട്രിവാൻഡ്രംകാരനല്ല, ഇവർക്ക് ട്രിവാൻഡ്രം, എന്നാലും ഞാൻ ഇവരുടെ ഗ്യാങ്ങിലാണ്. അന്ന് സിനിമ മുഴുവൻ ട്രിവാൻഡ്രത്താണ് ഷൂട്ടിങ് നടക്കുന്നത് കുറേയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ പ്ലാൻ ചെയ്തു ഒരു സിനിമ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാതെ. എല്ലാവരും, ഞാൻ, പ്രിയൻ, മോഹൻലാൽ, ശ്രീനിവാസൻ, മണിയമ്പിള്ള രാജു, പിന്നെ ഒരു ആനന്ദേട്ടനുണ്ട്. ഞങ്ങൾ 6 പേരുമാണ് അങ്ങനെ പ്ലാൻ ചെയ്തു വന്ന് നമുക്ക് ഇത്ര പൈസ ഇടാം എന്നാൽ അങ്ങനെ. അപ്പോൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കഥയൊക്കെ എഴുതി വന്നപ്പോൾ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നതിന്, അപ്പോൾ ആ സിനിമയ്ക്ക് എനിക്ക് ഡേറ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ആ സിനിമ എടുത്തു. അതാണ് ഹലോ മൈ ഡിയർ റോങ് നമ്പർ. അത് ഇപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു. കുറേ കാലം എപ്പോഴും അതിൻ്റെ പൈസ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും അവിടെ റിലീസ് ചെയ്തു, ഇവിടെ റിലീസ് ചെയ്തു, പിന്നെ അതിൻ്റെ വീഡിയോ റൈറ്റ്സ് പോയി, അത് പോയി, ഇത് പോയി, സാറ്റലൈറ്റ് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ. അന്നത്തെ പൈസ, വരുന്ന പൈസ നല്ല എമൗണ്ടാണ്. പിന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ചേക്കേറാനൊരു ചില്ല. അത് സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത സിനിമ. അത് ആ കാലം കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. അതും നന്നായിട്ട് ഓടിയ സിനിമ. പിന്നെ തമിഴിൽ കാതലെന്നും നദിയിലെ എന്ന് പറഞ്ഞൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് തിരിച്ചു വന്ന് തമിഴിൽ ആക്ട് ചെയ്ത സിനിമ. ആ പടം ഹിറ്റായിരുന്നു, നന്നായിട്ട് ഓടി. പിന്നെ കുറേ കാലം പ്രൊഡ്യൂസൊന്നും ചെയ്തില്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് വളരെ അടുത്ത സുഹൃത്താണ് സുരേഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി UK ലോയറാണ്. പുള്ളി നന്നായിട്ട് കഥ എഴുതും, നല്ലൊരു ഐഡിയ ഉള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, എഴുത്തോലയുടെ കഥ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശരി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ വലിയ ലാഭം നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വരുമാനം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്തത്. ഒരു നല്ല സിനിമ, നല്ലൊരു കഥ, അത് ചെയ്യുക. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായി ഞാനും ചിത്രം തിയേറ്ററിൽ വന്നു. ഇപ്പോൾ അത് OTT കളിക്കുന്നുണ്ട്, മനോരമ മാക്സിലൊക്കെ ഉണ്ട്. കാണാത്തവർക്ക് കാണാൻ നല്ലൊരു സിനിമയാണ്. അത് നമ്മുടെ പഴയ കാലത്ത് നമ്മളെല്ലാവരും, നമുക്ക് ഈ ആശാനും ആശാത്തിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ ലൈഫ് ബേസ് ചെയ്ത് എഴുത്തിന് ഇരിക്കുന്ന നല്ലൊരു പാട്ടുണ്ട്, ആ ഈ എന്നൊക്കെ പറഞ്ഞു മധു ബാലകൃഷ്ണൻ പാടിയ പാട്ട്. അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, അത് കുറേ അവാർഡുകളൊക്കെ കിട്ടി. വെച്ചാൽ ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയൊരു സിനിമ, നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ കുറേ പ്ലാനിങ് ഉണ്ട്, എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ എഴുത്തോല, അപ്പോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ
പഴയ കാലങ്ങളിലേക്ക് പോവുകയും അല്ലേ അതിൻ്റേതായിട്ടുള്ള നിഷാ സാരംഗാണ് അതിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ലേ? അവർക്ക് 2-3 ഏജ് ഉണ്ട്, ഏജ്ഡായിട്ട് വരുന്നൊരു സംഭവം. ഈ സ്കൂൾ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, അപ്പം ആദ്യം നമ്മളൊക്കെ ഇങ്ങനെയല്ലേ കുറേ നമ്മുടെ പൂർവികരും അവരൊക്കെ പഠിച്ചിരുന്നത്. പിന്നെ സ്കൂളുകൾ വന്നപ്പോൾ എങ്ങനെ ഈ സിസ്റ്റം മാറിപ്പോയി, അതെങ്ങനെ അവരെയൊക്കെ ബാധിച്ചു എന്ന് പറയുന്നൊരു സിനിമയാണ്. ഒരു നല്ലൊരു തീമാണ്, നല്ലൊരു തീമാണ്, നന്നായിട്ട് എടുത്തിട്ടുമുണ്ട് ആ സിനിമ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണ്ടല്ലോ, ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, OTT കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ ഫോണിൽ TV-യിൽ, ഇപ്പോൾ സ്മാർട്ട് TV ആണല്ലോ, എല്ലാവരും തീർച്ചയായിട്ടും ആ പടം മിസ് ചെയ്യരുത്, മറക്കരുത്. എഴുത്തോല എന്നാണ് ആ ഫിലിം. അപ്പം ശങ്കരേട്ടൻ പറഞ്ഞ പോലെ ചില തീമുകളൊക്കെ നമ്മൾ ലാഭേച്ഛ നോക്കിയിട്ടായിരിക്കില്ല, കലയോടുള്ള എന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ അങ്ങനെ വന്ന ഒരാളാണ്. ബിക്കോസ് നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തടത്താണ് നമ്മൾ പോയി എത്തിയതെന്ന്. അതൊരിക്കലും ഈ സിനിമ ഹിറ്റാവും ആ സിനിമ ഹിറ്റാവും എന്നൊന്നും വിചാരിച്ചല്ല. ഒരു സിനിമ ചെയ്യുന്നു, ചിലപ്പോൾ അത് ഹിറ്റാവും, ചിലപ്പോൾ ഹിറ്റാവില്ല. അപ്പം എന്ത് സിനിമ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും അങ്ങനെയല്ലേ സിനിമ ചെയ്യുന്നു, ഒരു കഥ എഴുതി എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് സിനിമ വരുന്നത്. പക്ഷേ എല്ലാ തിയേറ്ററും എല്ലാ സിനിമയും സക്സസ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അത് നല്ല കഥ വരുമ്പോൾ നമ്മൾ അത് നോക്കാറുണ്ട്. ചില സിനിമകളുടെ നമ്മുടെ പബ്ലിസിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ല, ഇന്ന് പബ്ലിസിറ്റി വലിയൊരു ഘടകമാണ്. പിന്നെ അതേമാതിരി തിയേറ്ററിലേക്കുള്ള ഓഡിയൻസിൻ്റെ ഒരു തള്ളിക്കയറ്റം എന്ന് പറയില്ലേ, അതൊക്കെ കുറവാണ് കുറച്ച്. ബിക്കോസ് അത് മേ ബി അത് എല്ലായിടത്തും കളിക്കുന്നതുകൊണ്ടായിരിക്കാം. ഞാൻ പണ്ട് USA UK പോകുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ ആകെ 10 പേരുണ്ടാവും പടം കാണാൻ. ഭയങ്കര ഹിറ്റ് സിനിമകളാണ് അവിടെ. ആദ്യത്തെ ഒരു ദിവസമൊക്കെ കുറച്ച് ആളുണ്ടാവുള്ളൂ. പിന്നെ അതെന്താ വെച്ചാൽ ഇവിടെ കളിക്കുന്നതിന് തൊട്ടപ്പുറത്തും കളിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ചില സിനിമകൾക്ക് ആളുണ്ട്, ചില സിനിമകൾക്ക് ആളില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കൂടെ അങ്ങനെ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നല്ല എഴുത്തോല നമ്മൾ കേട്ടപ്പോഴേ, അത് പറഞ്ഞപ്പോഴേ ഒരു വലിയ ഒരു നന്മയുള്ളൊരു നല്ല സിനിമയാണ് എന്നാണ്. എഴുത്തോല നല്ലൊരു സിനിമയാണ്. അപ്പോൾ അത് ഞാനും തീർച്ചയായിട്ടും. നിങ്ങൾ മനോരമ മാക്സിൽ കളിക്കുന്നുണ്ട്. മനോരമ മാക്സിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ശങ്കരൻ്റെ പുതിയ പ്രോജക്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 ദിവസം ഷൂട്ട് ബാക്കി, 3 ദിവസം ക്ലൈമാക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞു, നോക്കാം. നമ്മളെല്ലാം ഓക്കെ ആകാനാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ റിവ്യൂ പറയുന്ന സഹോദരന്മാരോട് നമ്മുടെ ഒരു വാക്കുകൊണ്ട് ഒരു പടത്തിന് ഒന്നും സംഭവിപ്പിക്കരുത്. കാരണം എത്രയോ പേരുടെ എത്രയോ നാളത്തെ ശ്രമഫലമാണ് ഒരു സിനിമ. അതിൻ്റെ പിന്നിൽ വലിയൊരു പ്രയത്നമുണ്ട് എല്ലാവരുടെയും ഭയങ്കരമായിട്ട്. ഏത് സിനിമ അത് തിയേറ്ററിൽ വരുമ്പോഴല്ലേ അറിയുള്ളൂ അത് ഓടുകയോ ഓടില്ല എന്നുള്ളത്. പക്ഷേ എല്ലാവരും ഒരു നല്ല സിനിമ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത്. അതിന് പൈസ മുടക്കുന്നവരുണ്ട്, അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഡയറക്ടറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെ വലിച്ച് കീറാതിരിക്കുക. അതെ, ബിക്കോസ് നിങ്ങൾക്ക് റിവ്യൂ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് പറയാം, അത് നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് പറയാം. പക്ഷെ അത് വലിച്ച് കീറുമ്പോൾ അതൊരുപാട് ബാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചില പടങ്ങളിലൊക്കെ നമ്മൾ അഭിനയിക്കാൻ ഒക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഉദ്ദേശിച്ച രീതിയിലേക്കുള്ള അപ്പുറത്തേക്ക് ബഡ്ജറ്റ് പോയിട്ട് ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസർമാരുടെ ആ കൂട്ടായ്മയുടെ ലാസ്റ്റ് ബിസിനസ്സൊക്കെ പോയിട്ട് എല്ലാവരും ഒന്നിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമയും അത് അവസാനം എത്തുമ്പോഴേക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഇതിലേത് ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം 10, 200, 250, 230ഓളം സിനിമകൾ ഒരു വർഷം റിലീസാവുന്നുണ്ട്. ആകെ ഒരു 10, 15 സിനിമകൾക്ക് മാത്രമേ പൈസ തിരിച്ചു കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു 10 സിനിമ ആവറേജ് ആയിട്ട് പോയിരിക്കും. മറ്റേത് ഒരു ജസ്റ്റ് തട്ടിമുട്ടിപ്പോയി എന്ന് പറയാവുന്ന സിനിമകൾ. പക്ഷേ ഇതിൽ 80-85% സിനിമകളും 5 പൈസ തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇന്നത്തെ. പിന്നെ ചിലതൊക്കെ ഇപ്പോൾ OTTയിലൊക്കെ അങ്ങനെ വന്ന് ചില സിനിമകൾ തിയേറ്ററിൽ പൈസ കിട്ടാത്ത സിനിമ, അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം ഓടിയ സിനിമയൊക്കെ OTT കയറി ഭയങ്കര ഹിറ്റാവുന്നുണ്ട്.
അപ്പോൾ അതിന് എത്ര വരുമാനം വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, അതുകൊണ്ട് ഇത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഇവിടെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് അല്ലേ. ഒരു സിനിമയിൽ മിനിമം ഒരു ചെറിയ സിനിമ എടുത്താലും ഒരു 40-50 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 30-35-40 പേരുണ്ടാവും. അവരെല്ലാം ഒരു ലൈഫാണത്. അവർക്കെല്ലാവർക്കും ഒരു വരുമാനമെന്ന് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളെ റിവ്യൂ പറയാൻ വെച്ചാൽ അത്രയ്ക്ക് നമ്മൾ കാണുന്ന ഈ സിനിമ എന്ന് പറയുമ്പോൾ ആ മായാലോകത്ത് ലാഭങ്ങളും സൗകര്യങ്ങളും അങ്ങനെ മാത്രമുള്ള ഒരു വീക്ഷണമാണ്. സത്യത്തിൽ അത് അങ്ങനെയല്ല. സംഗതി അതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അതൊരു പടം പൂർത്തിയാകുമ്പോഴത്തേക്കും അതിനകത്ത് ശ്രമം ഭയങ്കരമാണ്. അപ്പം നമ്മുടെ ഒരു വായിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവ് കൊണ്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എത്രയോ പേരുടെ കണ്ണീര്. അല്ല, ഇവിടെ പലവരും ചില റിവ്യൂസൊക്കെ പറയുന്നവരുടെ ആ റിവ്യൂ എന്താ പറയുന്നത്, ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് സിനിമയെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അവരത്രയും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്. അപ്പം അത് കുറച്ചൊക്കെ സിനിമേനെ ഹെൽപ്പ് ചെയ്യുന്ന മാതിരി ചെയ്യുക, അത്രയേ ഉള്ളൂ. ചെയ്യരുത്. അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് എന്തും പറയാം, പക്ഷേ അത് അവരുടെ ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. അതെ അതെ അതെ, സഹകരിച്ച് പോവുക, അതാണല്ലോ ആവശ്യം. എല്ലാവർക്കും അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ശ്രമമാണ് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളിങ്ങനത്തെ ചെന്ന് അഭിനയിച്ചിട്ടൊക്കെ പോരുമ്പോൾ ചിലതൊക്കെ ഒരു വർഷം കഴിഞ്ഞ് പിന്നെ പടം നിർത്തി വെച്ചിട്ട് ബാക്കി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അഭിനയിച്ച സിനിമയൊക്കെ ഉണ്ട്. അതെ, എത്രയോ സിനിമകളുണ്ട്. നല്ല വലിയ ബാനർ, വലിയ സിനിമകൾ വരുന്ന സിനിമകൾ പെട്ടെന്ന് അത് തന്നെ സമയം ഒരുപാട് ചിലത് എടുക്കുന്നുണ്ട്. പണ്ട് ഒരു പടത്തിന് ബയറുണ്ടായിരുന്നു, ഏത് സിനിമ ഇറക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല, ഇന്ന് ആരുമില്ല. ഇന്ന് സിനിമ നമ്മൾ തന്നെ ഇറക്കണം, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടിയാലും അതിൻ്റെ ബാക്കി ചിലവുകളൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെയൊക്കെ ആയി സിനിമ. ഇപ്പം പണ്ട് സിനിമ എടുക്കുമ്പോൾ നമുക്ക് ആ സിനിമ എടുക്കേണ്ട ചിലവ് നോക്കിയാൽ മതി. ഇന്നത് തിയേറ്ററിലെത്തി റിലീസാവുന്ന ചിലവും നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയി. അതുകൊണ്ട് എന്നാലും സിനിമ അവിടെയുണ്ട്, സിനിമ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും 10-200-200 മുകളിൽ സിനിമകൾ നടക്കുന്നുണ്ട്. ഇത് ലാഭത്തിലുപരി ഒരു താല്പര്യം. അതൊരു ആൾക്കാരുടെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ പാഷനാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും. ബിക്കോസ് ഇത്രയും പ്രൊഡ്യൂസേഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പ്രൊഡ്യൂസേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ സിനിമ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡായിരിക്കും. നമുക്കൊരു സിനിമ ചെയ്യണം എന്നാൽ എത്രയോ പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു ദിവസം ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശങ്കരേട്ടൻ്റെ ഒരുപാട് വിശേഷങ്ങളും തുടക്കം മുതലുള്ള സിനിമയിലേക്ക് വന്നതുപോലുള്ള ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം, ഒരു നിമിത്തത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് ശങ്കരേട്ടൻ. ഇന്നിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഒരുപാട് കലാകാരന്മാർ ഫീൽഡിൽ വന്നതും പോയതും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് വന്ന ആൾ ഇന്നും സിനിമയുമായി സഹകരിച്ച് ഞാൻ എപ്പോഴും സിനിമയിൽ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എങ്ങനെ വന്നു, എങ്ങനെ സ്റ്റാറായി, എന്തായി, ഇത് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പറയാൻ പറ്റില്ല. അടുത്ത കാലത്തൊരു സിനിമ ഇപ്പോൾ 1 ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അതെ, പറയാൻ പറ്റില്ല അല്ലേ എന്ന് പറഞ്ഞാൽ. പിന്നെ എപ്പോഴും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ മലയാളികളുടെ മനസ്സിൽ നമുക്കൊരു ശങ്കരേട്ടനൊക്കെ ഒരു സ്ഥാനമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതെ അതെ അതെ. അപ്പോൾ അത് ഏതെങ്കിലും ഒരു നല്ലൊരു സംഭവം, ഒരു ഹിറ്റ് അടിക്കാൻ ഒരു നല്ല സിനിമ വന്നാൽ മതി. അല്ലേ, ഒരു വെള്ളിയാഴ്ച മതിയല്ലോ. അതെ അതെ, അത്രേ ഉള്ളൂ. മാറി മറയാനെന്ന് പറഞ്ഞ പോലെ. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കുറച്ച് നല്ല സിനിമകൾ ചെയ്യുക, ആക്ടിങ് ആയാലും ഡയറക്ഷൻ ആയാലും പ്രൊഡക്ഷൻ ആയാലും എല്ലാ മേഖലയിലും കൈ വെക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ലൈനിലും നമ്മൾ ചിലപ്പോൾ അടുത്ത ഒരു മൂവി നമ്മൾ തന്നെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരു ട്രൈ, അത്ര തന്നെ. ബിനു ഇപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ, ഇപ്പോൾ എന്താ കുറച്ചത്? ഞങ്ങളൊക്കെ എപ്പോഴും ഞാനൊക്കെ നിങ്ങളുടെ ഒരു പ്രോഗ്രാം മറ്റേ ഫ്ലവേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ സ്ഥിരം എവിടെ ഇരുന്നാലും ഞങ്ങൾ വൈകിട്ടാകുമ്പോൾ കാണുമായിരുന്നു. നമ്മളിത് ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിങ് എല്ലാ ആഴ്ചയിലും 2-3 ദിവസം വെച്ചിട്ടുണ്ടാവും. അതെ. അപ്പോൾ ഷൂട്ടിങ് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് സ്റ്റേജ് ഷോ വരും,
ഇനോഗ്രേഷൻ വരും, വിദേശ പരിപാടികൾ വരും. ഇനി ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യട്ടെ. അതെ അതെ അതെ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അത്യാവശ്യം പണിയുണ്ടെങ്കിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ തേടി പോവുള്ളൂ. ഇത് വർക്ക് അത്യാവശ്യം നല്ല അല്ല, രീതിയിൽ എനിക്കറിയാം, നമ്മൾ കാണാറില്ല സിനിമയിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലുണ്ടായിരുന്നല്ലോ. വിശ്വാസം അതല്ലേ അല്ല സിനിമയിൽ. അല്ല, അതല്ലാതെ എത്രയോ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ശങ്കരേട്ടനോടൊക്കെ ഒപ്പം നല്ല അതൊക്കെ ഞാനൊക്കെ വേഷമില്ലെങ്കിലും പോയി നിൽക്കും ശങ്കരേട്ടനൊക്കെ അഭിനയിക്കണത് കാണാൻ. വേറെ ഒന്നുമല്ല, നമ്മൾ സ്കിറ്റ് പോലെയല്ല ഇത് ഒരു ക്യാമറ വെച്ചിട്ട് കഴിഞ്ഞ ഉച്ചയ്ക്ക് മുമ്പുള്ള സീനിൻ്റെ മൂഡായിരിക്കും ഇപ്പോൾ എടുക്കണത്. അതാ ശങ്കരേട്ടനൊക്കെ അതിങ്ങനെ നിന്ന് അത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളാരും അങ്ങനെ വലിയ പ്ലാൻ ചെയ്ത്, പക്ഷെ നമ്മൾ ചെയ്ത സിനിമകൾ, നമ്മൾ അഭിനയിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പം നെടുമുടി വേണു, അവരൊക്കെ ഒരു സത്യം പറഞ്ഞ ഒരു പാഠമാണ് നമുക്ക്. അവർ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്, അവരഭിനയിക്കുന്നതൊക്കെ. ബിക്കോസ് അത്ര ഈസി ആയിട്ടും വളരെ നാച്ചുറലായിട്ടാണ് ഭരത് ഗോപി, അന്നത്തെ ആക്ടേഴ്സൊക്കെ. ഞാൻ പറഞ്ഞ അത് തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊരു എക്സ്പീരിയൻസിലൂടെ വരുന്ന ഒരു കാര്യമാണത്. അല്ലാതെ ഇതൊന്നും വലിയൊരു ഇതായിട്ട് വിചാരിക്കേണ്ടത്, അതൊക്കെ ഒരു എക്സ്പീരിയൻസിലൂടെ വരും. വിശ്വാസം അതല്ലേ എല്ലാം സിനിമയിൽ ഒരു SI അല്ലേ, ഒരു SI ആണ്. അതുകൂടാതെ ഒരു അച്ഛനാണ്. അതെ, ഈ SI എന്ന് പറയുമ്പോൾ 3-4 മാനസികമായിട്ടുള്ള ശൈലികളാണ്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വീട്ടിലെ അച്ഛനല്ല, അതെ അതെ, സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വേറെ ഷൈൻ ടോം ചാക്കോ. ഈ മകൻ രക്ഷപ്പെടാതെ ഇരിക്കണതിൻ്റെ ഒരു ടെൻഷൻ വേറെ. ഈ പുള്ളിയാണെങ്കിൽ ഈ മകനാണെങ്കിൽ അച്ഛനെ അങ്ങ് വകവെക്കാതെ നടക്കുന്ന ഒരു ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു ഫീലൊക്കെ ഉണ്ട്. ആ ഫീലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അത് വളരെ കൂളായിട്ടങ്ങ് അഭിനയിച്ചങ്ങ് വിടുക. അതിനകത്ത് അപ്പുറത്തൊക്കെ ഒരു ടെൻഷനോ അങ്ങനെ വേറെ സംഭവമൊന്നുമില്ല. അതാ പറഞ്ഞത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ചിലർ പറയും ആ കിട്ടുന്ന ഒരു സാധനം. അപ്പം ഈ അഭിനയം ഇവിടെ അഭിനയിക്കുമ്പോഴും നമ്മൾ അവിടുത്തെ SIയും കിടക്കും, ഇവിടുത്തെ അച്ഛനും കിടക്കും, ഈ മോൻ അനുസരിക്കാത്ത ആ ഫീലും എല്ലാം നമുക്കതൊരു ഫീലിൽ വരിക. അതൊക്കെ അത് അത്രയും വലിയ ഈ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഡയറക്ടർ അവിടെ ഉണ്ടാവുമല്ലോ, അവരുടെ കഴിവും കൂടിയാണ്. എല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. ഞാനൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വേഷം കിട്ടുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കാനുള്ള അവസരം കിട്ടി പോയിരിക്കില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ അത്ഭുതത്തോടെ ഇവരെന്താണ് കാണുന്നത്. ഇവർ ആ പറയുന്നിടത്തായിരിക്കില്ല, അവരുടെ മനസ്സും അവരുടെ ഫീലും ഒക്കെ വേറെ ആയിട്ടാണ് അല്ലേ. അതെ അതെ. ഇപ്പം നമ്മൾ തന്നെ സിനിമ എടുത്ത് നോക്കിയപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് സിനിമയിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചവരുണ്ട് അല്ലേ. ഞാൻ ആരും പേരൊന്നും എടുത്ത് പറയുന്നില്ല, ഇവരൊന്നും ഇനി കാണും. പക്ഷെ അവരെല്ലാം തിരിച്ചു വന്ന് ഭയങ്കര ഇപ്പോൾ ഷൈൻ ചെയ്യുന്നൊരു സമയമുണ്ട്. അത് വരും, ഇതിനൊന്നും വരും. ബിക്കോസ് അത് ഒരു ചാൻസാണ്, അത്രയേ ഉള്ളൂ, ഒരു ക്യാരക്ടർ. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇപ്പോൾ ശങ്കരേട്ടൻ പുതിയത് സംഭവം തുടങ്ങാൻ പോകുന്നത് തീർച്ചയായും ഹ്യൂമർ സബ്ജക്റ്റ്, നല്ല ഹ്യൂമർ സബ്ജക്റ്റാണ് എടുക്കാൻ പോണത്. അപ്പോൾ എന്തായാലും മലയാള പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് തമാശപ്പടങ്ങൾ. അതെ, തമാശപ്പടങ്ങൾ അതെല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാണ്. ഇന്നും ഏറ്റവും കൂടുതൽ ഹിറ്റാവുന്നത് അതല്ലേ, തമാശപ്പടങ്ങൾ നല്ല ഹിറ്റാവുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തിരിച്ചു വരും. പിന്നെ അതിൽ കൂടെ ചെറിയ സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും. എന്നിട്ട് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയപ്പെടാത്ത ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ചെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അറിയില്ല, അവർക്ക് നമ്മളെന്തൊക്കെ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നമ്മളറിയാവുന്ന ഒരാൾ വരുമ്പോൾ അതിനും അത് മറ്റോ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമാണ് നമ്മളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണത്. എന്ന് പറഞ്ഞ പോലെ ശങ്കരേട്ടൻ്റെ പടം ഞങ്ങൾ ഹ്യൂമർ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിനകത്ത് എന്നെ അങ്ങോട്ട് ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാം. നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങളാണ് എല്ലാത്തിൻ്റെയും ബലം. നിങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. അവരാണല്ലോ, അവരുടെ കയ്യിലല്ലായിരിക്കുന്നത് എല്ലായിരിക്കണം. അപ്പോൾ ഇന്നും ഞാൻ ആദ്യം പറഞ്ഞ ഒരു നിത്യഹരിത നായകനായി നിൽക്കുന്ന ശങ്കരേട്ടനോടൊപ്പം എൻ്റെ കൊച്ചു പരിപാടിയുടെ തുടക്കത്തിന് അദ്ദേഹത്തെ വിളിച്ചു. ഇതും കൂടാതെ ഓടിയെത്തി. കാരണം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിൽ വരെ വന്ന് കാണുന്ന അത്രയ്ക്ക് നല്ലൊരു മനസ്സിനുടമയാണ് ശങ്കരേട്ടൻ. അപ്പോൾ എന്തായാലും ശങ്കരേട്ടൻ്റെ വരുംകാല സിനിമ
പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ദൈവാദിനങ്ങളും അന്നുണ്ടായതുപോലെ ഒരു സമയത്ത് സ്വപ്നത്തിൽ എന്ന പോലെ തമിഴ് സിനിമയിലാണ് ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചു. അത് ഹിറ്റായി, പിന്നെ മലയാളത്തിലേക്ക് എത്തി, ഇങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ബിനു അടിമാലി ലൈവിൽ എനിക്ക് ആദ്യമായി കിട്ടിയ മലയാള സിനിമയുടെ, നമുക്കൊക്കെ ഗുരുനാഥൻ എന്ന് പറയണം, അത്രയും വലിയൊരു താരത്തെ ഈ പരിപാടിയുടെ ഇതിൻ്റെ ഒരു ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ ശങ്കരേട്ടനെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. ലണ്ടൻ ക്ലാസിക് ഷർട്ട്സിൻ്റെ ഒരു ചെറിയൊരു ഉപഹാരം ഞാൻ ചേട്ടന് കൊടുക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ ഇത് ലണ്ടനിൽ കണ്ടപ്പോൾ ഞാൻ UK-ലാണ് താമസിക്കുന്നത്, അതുമായിട്ട് കോയിൻസൈഡ് ആയിപ്പോയി. അതെ, ലണ്ടൻ ക്ലാസിക്.